കേരള സംസ്ഥാനം ഏപ്രിൽ 26 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. 20 മണ്ഡലങ്ങൾ. ആ 20 മണ്ഡലങ്ങളിൽ വളരെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി വയ്ക്കുന്നത്. കാരണം LDF ജയിച്ചാലും UDF ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ കിറ്റിയിലെ സീറ്റുകളാണ്. അതുകൊണ്ട് 20 ഔട്ട് ഓഫ് 20 ഫോർ ഇന്ത്യ അലയൻസ് എന്നത് ആണ് ഇന്ത്യ മുന്നണിയുടെ പൊതു മുദ്രാവാക്യം. എന്നാൽ അത് തുറന്നു പറയാൻ ആരും തയ്യാറല്ല. കാരണം ഇന്ത്യ മുന്നണി രണ്ടായി ചിതറി നിൽക്കുന്നു. LDF ആൻഡ് UDF ഇത് രണ്ടും ഇന്ത്യ മുന്നണി തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ പ്രധാന പോരാട്ടം എക്കാലത്തെയും പോലെ തന്നെ LDF CPM നയിക്കുന്ന LDF-ഉം കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം തമ്മിലാണ്. അങ്ങനെയെങ്കിൽ BJPയുടെ സ്ഥാനം എന്താണ്? BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2-3 മണ്ഡലങ്ങളുണ്ട്. വേണമെങ്കിൽ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയാം. ആ A ക്ലാസ് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ പോലെയുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത. മറ്റെല്ലായിടത്തും പൊതുവെ UDF വേഴ്സസ് LDF വിത്ത് an improved performance by BJP. എക്കാലത്ത് BJP വോട്ട് ഷെയർ ഉയർത്തും എന്നതിൽ സംശയമില്ല. എന്നാൽ ഇവിടെ കാതലായ ചോദ്യം, ഇവിടെ മുൻതൂക്കമാർക്കാണ്? എക്കാലത്തും സമീപ ഭൂതകാലത്ത് എല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് തന്നെയായിരുന്നു മേധാവിത്വം. സ്വാഭാവികമാണ്. കേന്ദ്രത്തിൽ പ്രധാന കക്ഷി, ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി CPM അല്ല, കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ജയിച്ചു വിടുന്നവരെ CPM-നെ ജയിപ്പിച്ചു വിട്ടാലും കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടാലും നരേന്ദ്രമോദിയെ എതിർക്കുന്ന BJP എതിർക്കുന്ന MP-മാരായിരിക്കും. എന്നാൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ MP-മാരെ ജയിപ്പിച്ചു വിട്ടുകൂടാ, UDF-നെ ജയിപ്പിച്ചു വിട്ടുകൂടാ എന്ന സ്വാഭാവിക ചിന്തയിൽ നിന്നുകൊണ്ടാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾ കേന്ദ്രത്തിലേക്ക് പോകട്ടെ. അവർക്കൊരു ഒരു ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയം പൊതുവെ റിഫ്ലക്ട് ചെയ്യുന്നത് UDF-ന് അനുകൂലമാണ്. അതാണ് പല നിഷ്പക്ഷ വോട്ടർമാരുടെയും വോട്ടുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുമ്പോഴും അതേ വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്നത് നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും UDF ജയിച്ചു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെല്ലാം തന്നെ LDF-ന് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ ഉദാഹരണത്തിന് ആലത്തൂർ മണ്ഡലം, അവിടെ രമ്യ ഹരിദാസ് 1,60,60,000 വോട്ടിൽ പരം ഭൂരിപക്ഷത്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതിന് കീഴിൽ വരുന്ന എല്ലാ മണ്ഡലങ്ങളിലും UDF-ന് തന്നെയായിരുന്നു മുൻതൂക്കം. പക്ഷേ വളരെ വൻ ഭൂരിപക്ഷത്തിലാണ് LDF, ഏതാണ്ട് 2 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിനാണ് ആലത്തൂർ മണ്ഡലത്തിൽ LDF ജയിച്ചു വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 7 മണ്ഡലങ്ങളും നിയമസഭാ സീറ്റുകൾ തൂത്തുവാരിയത് LDF ആണ്. അതുകൊണ്ട് കേരളത്തിലെ സംവിധായകർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രീതിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രീതിയിലും ചിന്തിക്കുന്നത് രാഷ്ട്രീയ പക്വതയുടെ, രാഷ്ട്രീയ പരിജ്ഞാനത്തിന്റെ അളവുകോലായി വേണമെങ്കിൽ കാണാം. ഇനി നമുക്ക് സാധ്യതകളിലേക്ക് വരാം. പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് UDF-ന് ഒരു മേൽക്കൈയുണ്ട് എന്ന നിലയിൽ തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിൽ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ വടക്കൻ മലബാറിലെ മണ്ഡലങ്ങളിൽ പൊതുവെ LDF-ന് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയാണ്. പക്ഷെ അവിടെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ജയിച്ചു വന്നത് UDF ആണ്. ആലപ്പുഴ മണ്ഡലം, മധ്യ കേരളത്തിലെ ആലപ്പുഴ മണ്ഡലം ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളും ജയിച്ചു വന്ന UDF ആണ്. ഇപ്രാവശ്യം കണ്ണൂർ ശക്തമായ മത്സരം നടക്കുന്നു. K. സുധാകരനും ഈ MV ജയരാജനും തമ്മിൽ അതിശക്തമായ മത്സരം നടക്കുന്നു. പ്രവചനാതീതമായ രീതിയിലേക്ക് അത് മുന്നേറുന്നു. അതുപോലെ കാസർഗോഡ് അതിശക്തമായ മത്സരമാണ് സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നേരിടുന്നത്. വടകരയിലെ അംഗം എന്ന് പറയുന്നത് ചേകവര് തമ്മിലുള്ള അംഗമാണ്. KK ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലുള്ള അത്യുഗ്രൻ പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത്. കോഴിക്കോട് സിറ്റിംഗ് MP MK രാഘവന് ഒരു മേൽക്കൈയുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. ഇളമരം കരീമിന് മേൽ ഒരു മേൽക്കൈയുണ്ട് എന്ന് കരുതാം. ഈ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ BJPക്ക് ശക്തമായ സ്വാധീനം ചെലുത്താനാവില്ല. അവരുടെ വോട്ട് ഷെയർ 8 മുതൽ 10% വരെ നിൽക്കുന്നത് ഒരുപക്ഷെ 12-13% വരെ ആകാം. അങ്ങനെ BJPക്ക് വരുന്ന മലബാർ മേഖലയിൽ BJPക്ക് വരുന്ന വളർച്ച അത് UDF-നെയാണോ LDF-നെയാണോ ബാധിക്കുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിന്റെ വിഭാഗമായ തീയ സമുദായത്തിന് കാര്യമായ സ്വാധീനമുള്ള മേഖലയിലാണ്. പൊതുവെ തീയ സമുദായത്തിന്റെ വോട്ടുകളുടെ നല്ല ഭാഗം LDF-ലേക്ക് വരുന്നു. ആ വോട്ടുകൾ ഒരുപക്ഷെ വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആ വോട്ടുകൾ ചിലതെങ്കിലും BJP-യിലേക്ക് തിരിഞ്ഞാൽ അവിടെ നഷ്ടം LDF-നാണ്. അതേസമയം ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഒരു പരിധിവരെ LDF-ന് അനുകൂലമായി ഉണ്ടാകും. പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ
എന്ന പ്രതീക്ഷ LDF ഭാഗത്തുണ്ട്, പ്രത്യേകിച്ചും CPM-നുണ്ട്. അതുകൊണ്ട് CPM മുഖ്യമന്ത്രിയുടെ മരുമകൻ ഒരു മുസ്ലിം ആണ്, ഓർക്കുക, മുഹമ്മദ് റിയാസ്. അപ്പം ഒരു LDF-ന് ഒരു മുസ്ലിം അനുകൂല നിലപാടുണ്ട് എന്ന നറേറ്റീവ്, അത് ഹമാസിന്റെ കാര്യത്തിലാകട്ടെ, ഗാസ യുദ്ധത്തിൽ നടത്തിയ ഗാസ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൽ LDF കാണിച്ച ആർജവം UDF കാണിച്ചില്ല എന്നല്ല, LDF കാണിച്ച ഒരു ആർജവത്തിന് മേൽക്കൈയുണ്ട്. അത് മാത്രമല്ല, പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ LDF എടുത്ത ശക്തമായ നിലപാട്, ഇതെല്ലാം മുസ്ലിം ജനസാമാന്യത്തെ LDF-നോട് അടുപ്പിക്കും എന്ന ശുഭാപ്തി വിശ്വാസം LDF-നുണ്ട്. പക്ഷെ അത് വോട്ടായി മാറുമോ? മുസ്ലിം ജനസംഖ്യ, മുസ്ലിം ജനസാമാന്യം കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സംസ്ഥാനത്ത് അവർ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരിക്കാം, കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ LDF-നെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാവില്ല. അതുകൊണ്ട് മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിൽ കാര്യമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങളെങ്കിലും ഉണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ UDF-ന് മേൽക്കൈ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എന്നാൽ വടക്കൻ കേരളം, മലബാർ ഒഴിച്ചുള്ള വടക്കൻ കേരളത്തിൽ, എറണാകുളത്തിന് മുകളിലോട്ടുള്ള ബെൽറ്റിൽ അതിശക്തമായ UDF ബെൽറ്റായിട്ടാണ് കരുതപ്പെടുന്നത് ചാലക്കുടി മണ്ഡലം. ആ ചാലക്കുടി മണ്ഡലത്തിൽ ഇപ്രാവശ്യം സാമാന്യം ശക്തമായ ഒരു 3-ാം കക്ഷിയുണ്ട്, BJP അല്ലാത്തൊരു 4-ാം കക്ഷിയുണ്ട്. 2020-യുടെ സ്വാധീനത്തിൽ ചാലക്കുടി എങ്ങോട്ട് മാറും? 2020-യുടെ സ്വാധീനത്തിൽ വരുന്ന വോട്ടുകൾ അത് UDF കിറ്റിയിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം കുറയും. എങ്കിലും ബെന്നി ബെഹനാൻ എന്ന UDF കാൻഡിഡേറ്റിന് അവിടെ മേൽക്കൈയുണ്ട് എന്ന് കരുതാവുന്നതാണ്. തൃശൂർ മണ്ഡലത്തിൽ പൊട്ടിപ്പാറുന്ന പോരാട്ടമാണ്, ശക്തമായ ത്രികോണ മത്സരം. കൃത്യമായി ശ്രീ K. മുരളീധരൻ എന്ന UDF കാൻഡിഡേറ്റും അതുപോലെ സുരേഷ് ഗോപി എന്ന BJP കാൻഡിഡേറ്റും തമ്മിൽ മത്സരം മുറുകിയിരിക്കുകയാണ്. അതിശക്തനായ VS സുനിൽകുമാർ എന്ന CPI-യുടെ LDF കാൻഡിഡേറ്റ്. ഈ 3 പേര് ആര് ജയിക്കും എന്നത് പ്രവചനാതീതമായ കാര്യമാണ്. തൃശ്ശൂരെ ക്രിസ്ത്യൻ വോട്ടുകളിൽ BJP കണ്ണറിയുന്നു. ഒരു പരിധിവരെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ 20% വോട്ടുകളുണ്ട് ക്രിസ്ത്യാനികൾക്ക്. അതിന്റെ ഒരു പകുതിയെങ്കിലും അല്ലെങ്കിൽ ഒരു 1/3 എങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാനാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അവസാന റൗണ്ടിൽ വരുമ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ LDF-ന് അനുകൂലമായോ UDF-ന് അനുകൂലമായോ ഉണ്ടായാൽ അവിടെ സുരേഷ് ഗോപിയുടെ സാധ്യതകൾ വീണ്ടും മങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാലക്കാട് ശക്തമായ LDF മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ചെറിയൊരു ഭൂരിപക്ഷത്തിലാണെങ്കിലും VK ശ്രീകണ്ഠൻ എന്ന UDF കാൻഡിഡേറ്റ് ആണ് ജയിച്ചത്. VK ശ്രീകണ്ഠൻ ഒരിക്കൽ കൂടി ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പാലക്കാട് സീറ്റിലെ ഷാഫി പറമ്പിലിന്റെ വിജയം അല്ലാതെ മറ്റെല്ലാം തന്നെ LDF തൂത്തു വരുന്ന ഒരു കാഴ്ചയാണ്. ആ സംഘടനാ സംവിധാനത്തിന്റെ മേന്മ കൊണ്ട് ഒരുപക്ഷെ പാലക്കാട് തിരിച്ചു പിടിക്കാൻ LDF-ന് കഴിയും. LDF ശക്തനായ കാൻഡിഡേറ്റിനെ തന്നെയാണ് പാലക്കാട് നിർത്തിയിരിക്കുന്നത്. എന്നാൽ ആലത്തൂർ വരുമ്പോൾ രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസ് കാൻഡിഡേറ്റ് ആദ്യം ഉയർത്തിയ ഒരു കൗതുകം, പാട്ടും പാടി വരുന്ന പെൺകുട്ടി, പെങ്ങളൂട്ടി എന്നുകൂടി സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം വിളിക്കുന്ന, വളരെ ജനഹൃദയത്തിൽ വലിയ സ്ഥാനം ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയ രമ്യ ഹരിദാസിനെ വീണ്ടും ജയിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ 1,68,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഒരിക്കൽ കൂടി ആവർത്തിക്കാനാവുമോ എന്നത് ചിന്തനീയമായ കാര്യമാണ്. ഒരുപക്ഷെ ആ ഗ്ലാമറും ആ ഗ്ലിറ്ററും ആ പുതുമയും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ചെറിയൊരു ഭൂരിപക്ഷത്തിന് ജയിച്ചു വരാൻ ഇപ്പോഴും രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അല്ല എങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ആകെ പാളണം. അങ്ങനെയെങ്കിൽ അവിടെയും ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല, മലപ്പുറം ജില്ല, അത് പ്രത്യേകിച്ച് പ്രവചനത്തിനൊന്നും വലിയ സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഒരിക്കൽ മാത്രമേ മുസ്ലിം ലീഗിന് കാലിടറിയിട്ടുള്ളൂ. കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പൊന്നാനി മണ്ഡലം, തീരദേശ മേഖല അടങ്ങുന്ന പൊന്നാനി മണ്ഡലവും കുറച്ചുകൂടെ കിഴക്കൻ മേഖല അടങ്ങുന്ന മലപ്പുറം മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് കാൻഡിഡേറ്റുകൾ UDF-ന് വേണ്ടി വിജയിച്ചു വരുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ഭൂരിപക്ഷം എത്ര എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. വയനാട് സീറ്റിൽ മത്സരഫലം പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം 4.17 ലക്ഷം 4,17,000 വോട്ടിനോ മറ്റുമാണ് ജയിക്കുന്നത്. 4,31,000 വോട്ടിനാണ് ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. ആ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നത് മാത്രമാണ് വയനാട്ടെ അവസ്ഥ. ഇനി മധ്യ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ, മധ്യ കേരളത്തിലെ എറണാകുളം മണ്ഡലം UDF മണ്ഡലമാണ്. ഹൈബി ഈഡന് തേരോട്ടമുള്ള മണ്ഡലമാണ്. അവിടെ KJ ഷൈനെ നിർത്തി പരീക്ഷിക്കുന്നു LDF. സാധ്യത ഹൈബി ഈഡന് തന്നെയാണ്. ഇടുക്കി മണ്ഡലം ശക്തമായ UDF പിന്തുണയുള്ള മണ്ഡലമാണ്. ഒരിക്കൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കെയർ-ഓഫിൽ ഈ കസ്തൂരിരംഗൻ വിഷയം വളരെ വലിയ ചർച്ചയായപ്പോൾ മാത്രമാണ് ജോയ്സ് ജോർജ് എന്ന LDF കാൻഡിഡേറ്റിനെ ജയിച്ചു വരാനായത്. ഇന്ന് ആ സാഹചര്യം നിലവിലില്ല. വന്യമൃഗ അല്ലെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന മലയോര മേഖല കൂടിയാണ് ഇടുക്കി എന്ന് ഓർക്കുക. അപ്പൊ ഇടുക്കിയുടെ MP ആയി ഡീൻ കുര്യാക്കോസ് ഒരിക്കൽ കൂടി UDF-ന് വേണ്ടി വിജയ പതാക പുതയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയം പോലും ശക്തമായ UDF മണ്ഡലമാണ്. പക്ഷേ മാണി വിഭാഗം കേരള കോൺഗ്രസ് ഇപ്പോൾ LDF-നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു.
അവിഭക്ത കേരള കോൺഗ്രസ് മാണി ജോസഫ് ഒരുമിച്ച് നിന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണോ, UDF-ലെ തന്നെ കോൺഗ്രസ് ആണോ കേരള കോൺഗ്രസ് ആണോ എന്ന സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ യാതൊരു സംശയവുമില്ല, മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും രണ്ടായി പിളർന്നപ്പോൾ രണ്ട് കക്ഷികളും ചെറുതായിട്ടെങ്കിലും ക്ഷയിക്കുന്ന ഒരു കാഴ്ച കാണാം. അവിടെ UDF-ന്റെ വോട്ട് ബാങ്ക് ഏതാണ്ട് കോൺഗ്രസിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ തോമസ് ചാഴിക്കാടൻ എന്ന മാണി ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ മാണി കേരള കോൺഗ്രസിന്റെ ഇടതുപക്ഷ കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് ജോർജ് എന്ന UDF കാൻഡിഡേറ്റിനെ, ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മത്സരിക്കുന്ന UDF കാൻഡിഡേറ്റിനെ ജയിച്ചു വരാവുന്ന സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ നേരെ പ്ലേറ്റുകൾ മാറി LDF-നോടൊപ്പമായിരുന്ന ഫ്രാൻസിസ് ജോർജ് UDF-നോടൊപ്പമായിരുന്ന തോമസ് ചാഴികാടൻ LDF-നോടൊപ്പം വരുമ്പോൾ ഒരിക്കൽ കൂടി ചരിത്രം റിവേഴ്സ് ഓർഡറിൽ ആവർത്തിക്കാനുള്ള സാധ്യത ഞാൻ അവിടെ കാണുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ പൊടിപാറുന്ന പോരാട്ടം നടക്കുന്നു. അവിടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമാണ്. ഒന്ന് കരിമണൽ ഉൾപ്പെടുന്ന തീരദേശ മേഖല, രണ്ട് KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ അധികായൻ മത്സരിക്കുന്ന മണ്ഡലം. ഏറെക്കാലം കോൺഗ്രസിന്റെ ഒരു കുത്തകയായി KC ഗോപാൽ ഒരു പോക്കറ്റ് ബറോവായി വെച്ചിരുന്ന മണ്ഡലത്തിൽ KC വേണുഗോപാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നു. AM ആരിഫിനെ തന്നെ നേരിടുന്നു. അവിടെ വിജയം ഒരുപക്ഷെ KC വേണുഗോപാൽ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം LDF-നെതിരെയുള്ള പല അടിയൊഴുക്കുകളും സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വിയോജിപ്പുകളും എല്ലാം KCക്ക് അനുകൂലമാകാം. അത് മാത്രമല്ല, KC ജയിച്ചു പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരു പ്രമുഖമായ ഒരു വിസിബിലിറ്റി ഉണ്ടാകും. ഭരണത്തിലൊന്നും എത്തില്ലായിരിക്കും കോൺഗ്രസ്, പക്ഷേ വിസിബിലിറ്റി ഉണ്ടാകാം. AM ആരിഫിനേക്കാൾ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയി പാർലമെന്റിൽ ഇടപെടും എന്ന പൊതുധാരണ ഉള്ളത് കൊണ്ട് KC വേണുഗോപാൽ എഡ്ജുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. രണ്ട് മണ്ഡലങ്ങൾ അവിടെ, അതിനുശേഷം വരുന്ന രണ്ട് മണ്ഡലങ്ങൾ മാവേലിക്കര ആൻഡ് പത്തനംതിട്ട മണ്ഡലങ്ങൾ പ്രവചനാതീതമായി തുടരുന്നു. കാരണം ശക്തരായ കാൻഡിഡേറ്റ്സ് ആണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ പുതുമുഖമെങ്കിലും CPIയുടെ അരുൺകുമാർ ശക്തനായ കാൻഡിഡേറ്റ് ആണ്. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വളരെ കാലമായി കൊടിക്കുന്നിൽ സുരേഷ് കൈയടക്കി വെച്ച മണ്ഡലമാണ്. അവിടെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഉണ്ടാകുന്ന ഒരു പൊതു വികാരമുണ്ട്. സംവരണ മണ്ഡലമാണ് അവിടെ ഉണ്ടാകുന്ന ഒരു വികാരം. ആ വികാരം മുതലെടുക്കാൻ CPI സ്ഥാനാർത്ഥിയായ അരുൺകുമാറിനെ കഴിഞ്ഞാൽ അത് LDF-ലേക്ക് ചായാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പൊതുവെ UDF മണ്ഡലമായിട്ട് തന്നെയാണ് അതും കണക്കാക്കുന്നത്. കാരണം അത് മധ്യ തിരുവിതാംകൂറിലുള്ള മണ്ഡലമായതുകൊണ്ടാണ്. പത്തനംതിട്ട മണ്ഡലം, അവിടെ ആന്റോ ആന്റണി 15 വർഷമായി 3 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും പക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്രാവശ്യം ശക്തനായ LDF-ന് ഇറക്കാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ TM തോമസ് ഐസക്. ആ രണ്ട് കാൻഡിഡേറ്റ്സ് തമ്മിൽ അതിശക്തമായ മത്സരം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ത്രികോണ മത്സരത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ BJP അനിൽ ആന്റണിയോട് ശ്രമിച്ചു. AK ആന്റണിയുടെ പ്രിയപുത്രൻ അനിൽ ആന്റണിയെ ഫീൽഡ് ചെയ്തുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് കൂടിയൊരു പാലം തുറക്കാം എന്ന BJPയുടെ മോഹം പത്തനംതിട്ടയിൽ നടക്കാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ശബരിമല വിഷയമായിരുന്നു. അവിടെ തിളങ്ങുന്ന സൂര്യ തേജസ്സായി K സുരേന്ദ്രൻ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായ ചലനം, LDF വോട്ടുകൾ ഉൾപ്പെടെ കുറെ BJPയിലേക്ക് ചാഞ്ഞ ഒരവസരം. അങ്ങനെ 2,98,000 വോട്ടാണ് K സുരേന്ദ്രൻ പിടിക്കുന്നത്. അത് മണ്ഡലത്തിന്റെ മൊത്തം വോട്ടിന്റെ 29% വരും. അതൊരു ശക്തമായ ത്രികോണ മത്സര സാധ്യതയാണ്. ഇപ്രാവശ്യം അനിൽ ആന്റണിക്ക് അത്ഭുതങ്ങളൊന്നും നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ നേരിട്ടുള്ള മത്സരം തന്നെയാണ്. TM തോമസ് ഐസക്കും നിലവിലുള്ള സിറ്റിംഗ് MP ആന്റോ ആന്റണിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിൽ ഒരുപക്ഷെ ആന്റോ ആന്റണിക്ക് ഒരു എഡ്ജ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതാണ് അവസരം. കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ MK പ്രേമചന്ദ്രൻ, അതികായന MK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നു. ആ പ്രേമചന്ദ്രന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് RSPയുടെ മിടുക്കല്ല, ചവറയിലെയോ കൊല്ലത്തെയോ RSPയുടെ തിണ്ണമെടുക്കല്ല, മറിച്ച് MK പ്രേമചന്ദ്രൻ എന്ന MP അടയാളപ്പെടുത്തിയ ഒരു ചിത്രമുണ്ട് ലോക്സഭയിൽ. നല്ല ഒന്നാന്തരം ഡിബേറ്റർ, നല്ല വാഗ്മി, 2 ഭാഷയിലും അനർഗളമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം, സൗമ്യമായ വ്യക്തിത്വം. അപ്പൊ പാർട്ടിക്കതീതമായി കൊല്ലം എന്ന ശക്തമായ ഇടത് മണ്ഡലത്തിൽ പാർട്ടിക്കതീതമായി പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ സമാഹരിക്കാൻ MK പ്രേമചന്ദ്രന് കഴിയുന്നത് കൊണ്ട് 2 സിനിമാ താരങ്ങളാണ് അപ്പുറത്ത്. മുകേഷ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA കൂടിയായ കൊല്ലം MLA കൂടിയായ മുകേഷും, അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും സീരിയൽ സിനിമാ നടനാണ്. ഈ 2 നടന്മാരെ മലർത്തി അടിച്ചുകൊണ്ട് ജയിച്ചു വരാനുള്ള സാഹചര്യം UDF കാൻഡിഡേറ്റ് ആയ പ്രേമചന്ദ്രൻ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തീർച്ചയായും പൊടിപാറുന്ന പോരാട്ടം തന്നെയാണ്. ആറ്റിങ്ങൽ മണ്ഡലം, കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലം, അത് സർവശക്തിയും എടുത്തുകൊണ്ട് BJP പോരാടുന്നു. കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രനെ ഇറക്കി അത്ഭുതകരമായ നേട്ടം, ഇരട്ടിയാക്കി മാറ്റി. 1,00,000 വോട്ടുണ്ടായിരുന്ന 2.5 ലക്ഷം 3 ലക്ഷത്തോളം വോട്ടാക്കി മാറ്റിയ വലിയ അത്ഭുതം വീണ്ടും ആവർത്തിക്കാൻ V മുരളീധരന് കഴിയുമോ എന്നതാണ് ചോദ്യം. പക്ഷെ ഇപ്പോഴും മത്സരം UDF LDF, സിറ്റിംഗ് MP അടൂർ പ്രകാശ്, വികസന നായകൻ എന്ന പ്രതിച്ഛായയുള്ള
തെരഞ്ഞെടുപ്പ് പരാജയം എന്നത് ചരിത്ര പുസ്തകത്തില്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലില്ല. അദ്ദേഹവും വളരെ ജനകീയനായ നേതാവായ വി ജോയി തമ്മിലുള്ള മത്സരത്തിൽ ഒരുപക്ഷെ അടൂർ പ്രകാശിന് ഒരു മുൻതൂക്കം ഉണ്ടാകാം. കാരണം സിറ്റിംഗ് MP എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങളും പൊതുവേ ഉള്ള ഒരു വികാരവും പിന്നെ BJP പിടിക്കുന്ന വോട്ട്, BJP അതിശക്തമായ മുന്നേറ്റം നടത്തുകയാണെങ്കിൽ ആ വോട്ടുകൾ, അത് കൂടുതലായി പിടിക്കുന്ന വോട്ടുകൾ LDF-നാണോ UDF-നാണോ ദോഷം ചെയ്യുക എന്ന് പറയാനാവില്ല. ഒരു മണ്ഡലം കൂടിയാണ് ബാക്കിയുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ. ശ്രീ ശശി തരൂർ എന്ന വിശ്വപൗരൻ ഒരിക്കൽ കൂടി മത്സരിക്കുന്നു. 3 തെരഞ്ഞെടുപ്പുകളിൽ വെന്നിക്കൊടി പാറിച്ച ശശി തരൂർ 4ാം അംഗത്തിനിറങ്ങുന്നു. അവിടെ ഇറങ്ങുമ്പോൾ സ്ലിപ്പറി വിക്കറ്റിലാണ്. അവിടെ BJP അതിശക്തനായ രാജീവ് ചന്ദ്രശേഖർ നിർത്തിയിരിക്കുന്നു. വിശ്വപൗരന് കിടപിടിക്കാൻ ഒരു ദേശീയ പൗരൻ, സ്വന്തമായ വ്യക്തിത്വം ദേശീയ തലത്തിൽ, ബിസിനസ് തലത്തിൽ ഉണ്ടാക്കിയെടുത്ത കേന്ദ്രമന്ത്രി കൂടിയായ, ജയിച്ചു വന്നാൽ ഉറപ്പായി വീണ്ടും കേന്ദ്രമന്ത്രിയാകുന്ന, തിരുവനന്തപുരം മണ്ഡലത്തിന് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാൻഡിഡേറ്റ്. അപ്പോൾ തിരുവനന്തപുരത്തെ യുവ മനസ്സുകൾ, ടെക്കികളുടെ മനസ്സ്, തിരുവനന്തപുരത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സ് അതെവിടെ നിൽക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും മത്സരം. LDF അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയാൽ ഞാൻ അത്ഭുതപ്പെടില്ല. നല്ലൊരു മനുഷ്യൻ പന്ന്യൻ രവീന്ദ്രൻ, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായ, വളരെ സാത്വിക ജീവിതം നയിക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ ഇടതുപക്ഷത്ത് ഇറക്കുമ്പോഴും അദ്ദേഹം ജയിച്ചു വരുമെന്ന് ആത്മവിശ്വാസം ഇടതുപക്ഷത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവസാന റൗണ്ടിൽ LDF രംഗത്തു നിന്ന് മാറുകയും BJP വേഴ്സസ് കോൺഗ്രസ് എന്ന നിലയിലേക്ക് തിരുവനന്തപുരം മത്സരം മാറുകയും ചെയ്താൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തിരുവനന്തപുരം പോകുമെന്നാണ് കരുതുന്നത്. പൊതുവെ നോക്കുമ്പോൾ മൊത്തത്തിൽ UDF-ന് അനുകൂലം ഒരു 15 സീറ്റെങ്കിലും, 13 മുതൽ 15 സീറ്റ് വരെ UDF-ന് ലഭിക്കാവുന്നതും ഒരു 3-4 സീറ്റുകൾ LDF-ന് ലഭിക്കാവുന്നതും, കിട്ടിയാൽ 1-2 സീറ്റുകൾ BJP-ക്ക് ലഭിക്കുകയും ചെയ്യാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കേരളത്തിലെ ലോക്സഭാ ചിത്രം നീങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.